നമസ്കാരം എൻ്റെ പേര് അഫൻ സാജിദ് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു ഇന്ന് ഞാൻ നമ്മുടെ ഹാൻഡ് ജസ്റ്റേഴ്സ് വെച്ചിട്ട് വോളിയം കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ചെയ്തത് പൈത്തൺ OpenCV വെച്ചിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത് അപ്പോൾ നമുക്ക് കോഡിലേക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഇത് ചെയ്തത് ഒരു ഹാൻഡ് ട്രാക്കിംഗ് മൊഡ്യൂൾ എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് അങ്ങനത്തെ പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അതിൽ മീഡിയ പൈപ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഫസ്റ്റ് തന്നെ ക്ലാസ് ആണ് ആ ക്ലാസ് പിന്നെ ഫസ്റ്റ് ഹാൻഡ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞ ക്ലാസ് കഴിഞ്ഞിട്ട് ഇനിറ്റ് ഫംഗ്ഷനാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഫൈൻഡ് ഹാൻഡ്സ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് കൊടുത്തത് ഇനിറ്റ് ഫംഗ്ഷനിൽ ബേസിക് ആയിട്ടുള്ള സെറ്റ് ചെയ്യാനും ഒബ്ജക്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഫൈൻഡ് ഹാൻഡ്സ് അതിൽ ആദ്യം ഇമേജ് RGB ആക്കി മാറ്റി പിന്നെ അതിനുശേഷം ഹാൻഡ്സ് ഡോട്ട് പ്രോസസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനിലൂടെ അതിൻ്റെ നമ്മുടെ ഹാൻഡ് മേലെ ഒരു ലൈൻസ് ഇല്ലേ ആ ലൈൻസ് ഡ്രോ ചെയ്തു എന്നിട്ട് ആ ഇമേജ് റിട്ടേൺ ചെയ്തു അതിനുശേഷം ക്യാമറ ഓക്കെ അപ്പോൾ അതിനുശേഷം ഫൈൻ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഓരോ ലാൻഡ് മാർക്സ് ഇപ്പോൾ ഇതിന് 21 നമ്മുടെ ഹാൻഡിൽ 21 ലാൻഡ് മാർക്സ് ഉണ്ട് അപ്പോൾ ആ ഓരോ ലാൻഡ് മാർക്സിൻ്റെ ലൊക്കേഷനാണ് ഈ ലാൻഡ് മാർക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുക്കുന്നത് അതിൽ ലാൻഡ് മാർക്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ഇതിൻ്റെ ഇത് കണ്ടുപിടിച്ചു എന്നിട്ട് ID X Y ആദ്യം അത് പിക്സൽ രൂപത്തിലല്ലായിരുന്നുള്ളത് അപ്പം അത് പിക്സൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നിട്ട് ID പിന്നെ Xഉം Yയും ആയിട്ട് ഈ ലിസ്റ്റിലേക്ക് അപ്പൻഡ് ചെയ്തു ഈ ലിസ്റ്റ് വരുന്നത് ഒരു വലിയ ലിസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഓരോ ലിസ്റ്റായിട്ട് പിന്നെ ID നമ്പർ X വാല്യൂ Y വാല്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഓരോ ലിസ്റ്റായിട്ട് അങ്ങനെയാണ് ഈ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് അത് കഴിഞ്ഞ് ഡ്രോ കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ലാൻഡ് മാർക്ക് ലിസ്റ്റ് റിട്ടേൺ ചെയ്തു അങ്ങനെയാണ് ഈ ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തത് അതിനുശേഷം ഈ വോളിയം കൺട്രോൾ ഇതിൽ ചെയ്തത് ഇമ്പോർട്ട് CV2 പിന്നെ ടൈം നപ്പൈ മാത്ത് പിന്നെ ഇത് വോളിയം കൺട്രോളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ CV2 ഇത് വീഡിയോ ക്യാപ്ചർ ചെയ്തു അതിനുശേഷം ക്യാമറ അതിനുശേഷം നമ്മൾ ഹാൻഡ് ഡിറ്റക്ടറിൻ്റെ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു പിന്നെ ഇത് നമ്മുടെ ബേസിക് ഫങ്ഷൻസ് ആണ് ഇനിറ്റായിട്ട് വരുന്നത് പിന്നെ നമ്മൾ കുറച്ച് വേരിയബിൾസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അടുത്തതിൽ ആവശ്യം വരുന്നു പിന്നെ ഫസ്റ്റ് തന്നെ ഇമേജ് റീഡ് ചെയ്തു അതിനുശേഷം ഡിറ്റക്ടർ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു പിന്നെ അതിനുശേഷം ലാൻഡ് മാർക്ക് ലിസ്റ്റിൻ്റെ ഫൈൻ പൊസിഷൻ ലാൻഡ് മാർക്ക് ലിസ്റ്റിലേക്ക് സേവ് ചെയ്തു പിന്നെ ലാൻഡ് മാർക്ക് ലിസ്റ്റ് 0 അല്ലെങ്കിൽ നമുക്ക് നടക്കാനുള്ളൊരു ഫംഗ്ഷനാണിത് ആദ്യം തന്നെ ലാൻഡ് മാർക്ക് ലിസ്റ്റ് പ്രിൻറ്റ് ചെയ്യും അതാണ് ഇവിടെ കാണിക്കുന്നത് പിന്നെ X1 Y1 എന്ന് പറഞ്ഞിട്ട് 4ാമത്തെ ID എന്ന് പറയുമ്പോൾ ഇതും പിന്നെ 4ID4 എന്ന് പറയുന്നത് നമ്മളെ ഈ അപ്പർ വിരലും പിന്നെ 8 എന്ന് പറയുമ്പോൾ ഇതും ഈ ഒരു ഫിംഗർ അപ്പോൾ ഈ രണ്ട് ഫിംഗേഴ്സിൻ്റെ ലാൻഡ് മാർക്സ് ID അതിൻ്റെ X വാല്യൂം Y വാല്യൂം സ്റ്റോർ ചെയ്തു പിന്നെ CX CY എന്ന് പറഞ്ഞാൽ സെൻറ്റർ Yയും സെൻറ്റർ Xും ആണ് പിന്നെ CV2 ഡോട്ട് സർക്കിൾ ഇത് നമ്മൾ ഹാൻഡ്മേൽ ഡ്രോ ചെയ്ത ഒരു ലൈനും പിന്നെ ഇവിടെയുള്ള സർക്കിളും കാര്യങ്ങളൊക്കെയാണ് സെൻറ്ററിലുള്ള സർക്കിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിച്ചു ഇപ്പോൾ ഇത് ഈ ഒരു പിക്സലും ഇവിടെ ഒരു പിക്സലും അല്ലേ ഉള്ളത് അതിൻ്റെ രണ്ടിനെ ലെങ്ത്ത് കണ്ടുപിടിച്ചു അപ്പോൾ ലെങ്ത്ത് കണ്ടുപിടിച്ചു അതിനുശേഷം നമ്മൾ ഈ ഇങ്ങനെ വരുമ്പോൾ ഒരു 250 ഒരു ഇതാണ് വരുന്നത് നമ്മൾ ഇങ്ങനെ ചെറുതാക്കി വയ്ക്കുമ്പോൾ 50 ആ ഒരു ലെങ്ത്താണ് വരുന്നത് പക്ഷേ നമ്മുടെ വോളിയം റേഞ്ച് പിന്നെ ഏറ്റവും മൈനസ് ഏറ്റവും ലോ 65 ആണ് -65 ആണ് ഇത്രയും ലോ ഇനി നമ്മൾ ഫുള്ള് കൂട്ടുകയാണെങ്കിൽ 0 ആയിട്ടാണ് വരുന്നത് അപ്പോൾ ആ വാല്യൂ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നപ്പയിലെ ഇൻഡേപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചു അപ്പോൾ 209 ആയിരുന്നു ഇത് ഈ ഒരു കേസിൽ 209 ആയിരുന്നു ലെങ്ത്ത് പക്ഷേ നമ്മളത് കൺവേർട്ട് ചെയ്ത് -30 എന്നുള്ളൊരു ഇതിലേക്ക് എത്തി ഓക്കെ അപ്പോൾ അങ്ങനെ ചെയ്തു പിന്നെ നമ്മൾ കുറച്ച്
സാധാരണ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചാലാവില്ല, പക്ഷെ നമ്മൾ ഹാൻഡ് ഇങ്ങനെ വെക്കണം. ഇങ്ങനെ വെച്ചാൽ മാത്രമാണ് ഇത് ഡിറ്റക്റ്റ് ആവുള്ളൂ. സോ അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ ID കോഡ് 12 എന്ന് പറയുന്നത് ഈ ഫിംഗറിൻ്റെ ഈ ഭാഗം, അത് പിന്നെ അതും -3. അത് -3 എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും. ഈ 2 പോയിന്റും ഇങ്ങനെ ഈ പോയിന്റിനെക്കാട്ടിൽ അടിയിൽ വരികയാണെങ്കിൽ ആ കണ്ടീഷൻ ട്രൂ ആവും. അതുമാതിരി തന്നെ ഇതും ഈ ഫിംഗർ ഈ പോയിന്റിനേക്കാൾ അടിയിൽ വരികയാണെങ്കിൽ ഇതും ഓക്കെ ആവും. അപ്പോൾ അത് രണ്ടും ട്രൂ ആയി. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റാണ് 20, അതിൻ്റെ അടിയിലുള്ള പോയിന്റാണ് -1 19. അപ്പോൾ ഈ പോയിന്റിനേക്കാൾ വലുത് മുകളിലാണെങ്കിൽ ആ ഫംഗ്ഷൻ ഇത് ട്രൂ ആയും ചെയ്യും. ഇത് മറ്റേതൊക്കെ അടിയിലേക്കായിരുന്നു, പക്ഷേ ഇത് മുകളിലേക്കാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൗണ്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 20 വട്ടം ഈ ഒരു ഇത് ട്രൂ ആയാൽ മാത്രമേ അത് ഓക്കെ ആവുള്ളൂ, മൊത്തം അടുത്ത ഇതിലേക്ക് പോവുള്ളൂ, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞാൽ വോളിയം സെറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു പിന്നെ വോളിയം പെർസെൻറ്റേജും പിന്നെ ഒരു ബാറും കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇതാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും കൗണ്ടേഴ്സ് തെറ്റിയാൽ 0 ആവാനുള്ള ഇഫിൻ്റെ എൽസുകളാണ്. പിന്നെ അവിടെ ഫ്രെയിം പെർ സെക്കൻഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു സാധനം, അത് കഴിഞ്ഞു. പിന്നെ ഇമേജ് ഷോ ചെയ്യാനും പിന്നെ വെയിറ്റ് കീയും അതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പ്രോഗ്രാം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഗ്രാം. ഇപ്പോൾ നമ്മളെ ഹാൻഡ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിറ്റക്റ്റായി ഇവിടെ ലാൻഡ് മാർക്സും ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും സൈഡിൽ. നമ്മൾ ഹാൻഡ് വെക്കുമ്പോൾ ഇവിടെ ലാൻഡ് മാർക്സും ഒക്കെ വരുന്ന കാണാൻ പറ്റും. പിന്നെ ഈ ഒരു ഫംഗ്ഷൻ ഈ ഇതിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ കണ്ടോ, ഈ ഒരു സാധനം വന്നു. നമ്മളിത് വോളിയത്തിൻ്റെ ഇവിടെ നോക്കിയാൽ കാണാം. എൻ്റെ മൗസ് ഇതാ ഇവിടെ വെച്ചു. എന്താ കണ്ടോ, വലുതാക്കുന്നതിൻ്റെയും ചെറുതാക്കുന്നതിനനുസരിച്ച് അവിടെ അഡ്ജസ്റ്റ് ആവുന്നുണ്ട്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ വെച്ചാൽ ഇപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ താടിക്ക് കൈ കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്താലും അത് വോളിയത്തിനെ അത് ബാധിക്കില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ഈ ഒരു ഗസ്റ്റർ വെച്ചാൽ മാത്രമേ ആ ഒരു സംഭവം ഓൺ ആവുകയും നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുകയും ചെയ്യുള്ളൂ. നമ്മൾ ഈ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾക്കത് ഓക്കെ കൺഫേം ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പിങ്കി ഫിംഗർ താഴെയാക്കിയാൽ അത് ഓക്കെ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി.